അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. You already know that 3/4 of Earth's surface is covered with water, but only a small proportion of it accounts for fresh water that can be put to use. This fresh water is mainly obtained from surface runoff and groundwater that is continually being renewed and recharged through the hydrological cycle. All water moves within the hydrological cycle, ensuring that water is a renewable resource. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഭൂമിയുടെ 4/3 ഭാഗവും ജലമാണ് അല്ലെങ്കിൽ വാട്ടറാണ്. പക്ഷേ അതിനകത്ത് തന്നെ ഒരു ചെറിയ പ്രൊപ്പോർഷൻ മാത്രമേ എന്താണ് ഫ്രഷ് വാട്ടറായിട്ട് ഉള്ളൂ, അതായത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൂ. ഇനി ഈ ഫ്രഷ് വാട്ടർ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഒരു ഹൈഡ്രോളജിക്കൽ സർക്കിളിലൂടെ കടന്നുപോയാണ്. അതായത് അതെന്താണ് റിന്യൂ ചെയ്ത് റീചാർജ് ചെയ്ത് വീണ്ടും നമുക്ക് ഫ്രഷ് വാട്ടർ എത്തിക്കുന്ന ആ ഒരു സൈക്കിളിലൂടെ അത് കടന്നുപോയാണ് അത് വീണ്ടും നമുക്കെത്തുന്നത്. അപ്പോൾ ഈ ഫ്രഷ് വാട്ടർ നമ്മൾ മെയിൻലി എടുക്കുന്നത് ഈ സർഫസിൽ കൂടെ ഒഴുകുന്ന വെള്ളത്തിൽ നിന്നും, അല്ലെങ്കിൽ എന്താണ് ഗ്രൗണ്ട് വാട്ടർ നമ്മൾ ഇപ്പോൾ കിണർ കുഴിച്ചാണെങ്കിൽ ശരി, അങ്ങനെ അതുപോലെയുള്ള ആ ഒരു ഗ്രൗണ്ട് വാട്ടറിൽ നിന്നുമാണ് നമ്മൾ ഫ്രഷ് വാട്ടർ എടുക്കാറ്. ഇനി എല്ലാ തരത്തിലുള്ള ജലവും, ഫ്രഷ് വാട്ടർ മാത്രമല്ല എല്ലാ തരത്തിലുള്ള ജലവും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഹൈഡ്രോളജിക്കൽ സൈക്കിളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വാട്ടർ നമ്മളൊരു റിന്യൂവബിൾ റിസോഴ്സ് ആണെന്ന് പറയുന്നുണ്ടല്ലോ, അതായത് നമുക്ക് വീണ്ടും കിട്ടുന്ന ഒരു റിസോഴ്സാണ് വാട്ടർ എന്ന് പറയുന്നത്. ആ റിന്യൂവബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈഡ്രോളജിക്കൽ സൈക്കിളിലൂടെ ഈ വാട്ടർ കടന്നു പോകുന്നത്. യു മൈറ്റ് വണ്ടർ ദാറ്റ് if 3/4 of the world is covered with water and water is a renewable resource, then how is it that countries and regions around the globe suffer from water scarcity? Why is it predicted that by 2025 nearly 2 billion people will live in absolute water scarcity? അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു സംശയം ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഒരു വേൾഡിൻ്റെ 4/3 ഭാഗവും വെള്ളമാണെങ്കിൽ, അതുപോലെ തന്നെ അതൊരു വാട്ടർ എന്ന് പറയുന്ന ഒരു റിന്യൂവബിൾ റിസോഴ്സ് ആണെങ്കിൽ, എന്തുകൊണ്ട് ലോകത്തെ പല സ്ഥലങ്ങളിലും കൺട്രീസിലുമൊക്കെ ഈ വാട്ടർ സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ജലക്ഷാമം ഉണ്ടാകുമെന്ന് സംശയം വരാം. അതുപോലെ തന്നെ പ്രഡിക്ഷൻ ഉണ്ട്, 2025 കൂടി ലോകത്തിലെ ഏകദേശം 2 ബില്യൺ ആൾക്കാർ ഈ ആബ്സല്യൂട്ട് വാട്ടർ സ്കേഴ്സിറ്റി ഫേസ് ചെയ്യുമെന്നുള്ള പ്രഡിക്ഷനും ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. Water scarcity and the need for water conservation and management. Given the abundance and renewability of water, it is difficult to imagine that we may suffer from water scarcity. The moment we speak of water shortages, we immediately associate it with regions having low rainfall or those that are drought prone. We instantaneously visualize the desert of Rajasthan and the woman balancing many matkas used for collecting and storing water and traveling long distance to get water. True, the availability of water resource varies over space and time, mainly due to the variations in seasonal and annual precipitations. But water scarcity in most cases is used by overexploitation, excessive use and unequal access to water among different social groups. അപ്പോൾ ഈ വാട്ടറിൻ്റെ അബണ്ടൻസ് കാരണം അതൊരു റിന്യൂവബിൾ റിസോഴ്സ് ആയതുകൊണ്ടും തന്നെ നമുക്ക് ഒരിക്കലും ഒരു വാട്ടർ സ്കേഴ്സിറ്റി ഇമാജിൻ ചെയ്യാൻ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഈ 3 ടൈംസും അല്ലെങ്കിൽ 3/4 എർത്തിൽ വാട്ടർ ആണെങ്കിൽ, അതുപോലെ തന്നെ അതൊരു റിന്യൂവബിൾ റിസോഴ്സ് ആണെങ്കിൽ വാട്ടർ സ്കേഴ്സിറ്റി ഇമാജിൻ ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കായി മാറും. അപ്പോൾ നമ്മൾ വാട്ടർ ഷോർട്ടേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? ഒരിക്കൽ ലോ റെയിൻഫോൾ റീജിയൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡ്രൗട്ട് പ്രോൺ ഏരിയ ഒക്കെ ആയിരിക്കും. എക്സാമ്പിൾ രാജസ്ഥാനിലെ ഡെസേർട്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. അത് ശരിയാണ്, കാരണം വാട്ടർ റിസോഴ്സസ് അതിൻ്റെ അവൈലബിലിറ്റി ആ സ്പേസിനും ടൈമിനും അനുസരിച്ച് മാറും. ചിലപ്പോൾ കാലത്തിന് ആ ഒരു സീസണിനനുസരിച്ച് ആ ഒരു വാട്ടർ റിസോഴ്സിൽ അല്ലെങ്കിൽ വാട്ടർ അബണ്ടൻസിന് വേരിയേഷൻ സംഭവിക്കാം. ബട്ട് വാട്ടർ സ്കേഴ്സിറ്റി ഇൻ മോസ്റ്റ് കേസസ് ഈസ് കോസ്ഡ് ബൈ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. പക്ഷേ ഒരുപാട് അല്ലെങ്കിൽ ഒരു വലിയ ഭാഗം വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാകുന്നതും ആ ഒരു ഇതിൻ്റെ മേലിലുള്ള ഒരു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ വഴിയാണ്, എക്സസീവ് യൂസ് വഴിയാണ്. വേർ ഈസ് ദെൻ വാട്ടർ സ്കേഴ്സിറ്റി ലൈക്ലി ടു ഒക്യൂർ? As you have read in the hydrological cycle, fresh water can be obtained directly from precipitation, surface runoff and groundwater. അപ്പോൾ എവിടെയാണ് ഇങ്ങനെ വാട്ടർ സ്കേർസിറ്റി ഉണ്ടാവാൻ സാധ്യത കൂടുതൽ? അപ്പോൾ നമുക്ക് അറിയാം ഹൈഡ്രോളജിക്കൽ സൈക്കിള് പ്രകാരം ഫ്രഷ് വാട്ടർ വീണ്ടും കിട്ടുന്നത് എങ്ങനെയാണ്? ആ പ്രസിപ്പിറ്റേഷൻ, ആ റെയിൻഫോൾ വഴി, അല്ലെങ്കിൽ ആ സർഫസിലൂടെ ഒഴുകുന്ന വെള്ളം വഴി, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ വഴിയൊക്കെ ആയിരിക്കും ഫ്രഷ് വാട്ടർ തിരിച്ച് വീണ്ടും കിട്ടുക. Is it possible that an area or region may have ample water resources but is still facing water scarcity? Many of our cities are such example. This water scarcity may be outcome of large and growing population and consequent greater demand for
for water and unequal access to it. A large population requires more water not only for domestic use but also to produce more food. Hence, to facilitate high food production, water resources are being overexploited to expand irrigated areas for dry season agriculture. Irrigated agriculture is the largest consumer of water. Now it is needed to revolutionize the agriculture through developing drought-resistant crops and dry farming techniques. You may have seen in many television advertisements that most farmers have their own wells and tube wells in their farms for irrigation to increase their produce. But have you ever wondered what this could result in? That it may lead to falling groundwater levels, adversely affecting water availability for food security of the people. ഇപ്പോൾ എന്താണ് ഈ വാട്ടർ റിസോഴ്സിൻ്റെ അബണ്ടൻസ് ഉള്ള ഏരിയയിലും ഈ വാട്ടർ സ്കേസിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സസ് ഒരുപാടുള്ള ഏരിയയിലും വാട്ടർ സ്കേസിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മിക്ക സിറ്റീസിലും ഇതുപോലെ തന്നെ വാട്ടർ റിസോഴ്സിൻ്റെ അബണ്ടൻസ് ഉണ്ട്, പക്ഷേ അവിടെ വാട്ടർ സ്കേസിറ്റി ഉണ്ട്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഇതാണ്, ഗ്രോയിങ് പോപ്പുലേഷനാണ്. അതുപോലെ തന്നെ ഈ ആൾക്കാർ അവരുടെ ഡൊമസ്റ്റിക് യൂസിന് പുറമേ ആ ഒരു ഫുഡ് പ്രൊഡക്ഷൻ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഒരുപാട് വാട്ടർ എടുക്കുന്നത് വാട്ടർ സ്കേസിറ്റി കാരണമാവുന്നുണ്ട്. അത് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് വാട്ടർ സ്കേസിറ്റി കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സിനാരിയോയിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന 2 ടെക്നിക്സ് എന്ന് പറയുന്ന ഡ്രൗട്ട് റെസിസ്റ്റൻറ്റ് ക്രോപ്സും അതുപോലെ തന്നെ ഡ്രൈ ഫാമിംഗ് ടെക്നിക്സുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വാട്ടർ എടുക്കുന്ന വഴി ആ ഒരു എർത്തിലെ ഗ്രൗണ്ട് വാട്ടർ ലെവൽസിൻ്റെ ലെവൽ ഫോൾ ചെയ്യും. അതുപോലെ തന്നെ വാട്ടർ അവൈലബിലിറ്റി, ഫുഡ് സെക്യൂരിറ്റി ഇതൊക്കെ അഫക്റ്റ് ചെയ്യും. Post-independent India witnessed intensive industrialization and urbanization, creating vast opportunities for us. Today, large industrial houses are a commonplace as the industrial units of many MNCs. The ever-increasing number of industries has made matters worse by exerting pressure on existing freshwater resource. ഇപ്പോൾ നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിൽ ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരുപാട് MNCs അവരുടെ യൂണിറ്റുകൾ ഇന്ത്യയിലെ സാധാരണ സ്ഥലങ്ങളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതായത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒക്കെ അവരുടെ ഒരു യൂണിറ്റ്സ് ഇന്ത്യയിലൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇത് എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസിനേക്കാൾ കൂടുതൽ ഇൻഡസ്ട്രീസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ ഇതുവഴി നമ്മുടെ ഫ്രഷ് വാട്ടർ റിസോഴ്സിൽ ഒരുപാട് പ്രഷർ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. Industries, apart from being heavy users of water, also require power to run them. Much of this energy comes from hydroelectric power. അപ്പോൾ ഇൻഡസ്ട്രീസ് ഈ വാട്ടറിനെ ഒരുപാട് യൂസ് ചെയ്യുന്നതിന് പുറമെ അവർക്ക് വർക്ക് ചെയ്യാൻ ഇലക്ട്രിസിറ്റി വേണം. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ വഴിയാണ്, അതായത് വാട്ടറിൽ നിന്ന് തന്നെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Today in India, hydroelectric power contributes approximately 22% of the total electricity produced. ഇന്ത്യയിലെ ഇപ്പോൾ ഇന്നത്തെ കണക്ക് പ്രകാരം ടോട്ടൽ ഇലക്ട്രിസിറ്റിയുടെ 22% വരുന്നതും ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയാണ്, അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവറാണ്. Moreover, multiplying urban centers with large and dense population and urban lifestyle have not only added to water and energy requirements but have further aggravated the problem. If you look into the housing societies or colonies in these cities, you would find that the most of these have their own groundwater pumping devices to meet their water needs. Not surprisingly, we find the fragile water resources are being overexploited and have caused their depletion in several of these cities. അപ്പോൾ അതുപോലെ തന്നെ ഈ അർബൻ ഏരിയാസ്, പോപ്പുലേഷൻ ഡെൻസ്ഡ് ഏരിയാസിലുമൊക്കെ ഈ വാട്ടറിന് മേലെ ഒരുപാട് പ്രഷർ സംഭവിക്കുന്നുണ്ട്. അതായത് മിക്ക ഹൗസിംഗ് സൊസൈറ്റീസ് അല്ലെങ്കിൽ കോളനീസിലും അവർക്ക് ആ ഒരു ഗ്രൗണ്ട് വാട്ടറിന് വേണ്ടിയിട്ട് ഗ്രൗണ്ട് വാട്ടർ പമ്പിംഗ് ഡിവൈസസ് ഒക്കെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവഴി ഈ വാട്ടറിന്, അതായത് നമ്മുടെ ഫ്രജൈൽ വാട്ടർ റിസോഴ്സിൽ ഒരുപാട് പ്രഷർ വരികയും അതിന് ഡിപ്ലീഷൻ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. So far we have focused on the quantitative aspects of water security. Now let us consider another situation where water is sufficiently available to meet the needs of the people but the area still suffers from water scarcity. ഇപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റിയുടെ കുറവാണ് പറഞ്ഞത് വാട്ടർ സ്കേസിറ്റിയിൽ, പക്ഷേ നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയ സിറ്റുവേഷൻ നോക്കാം. ഒരു ഏരിയയിൽ ഒരുപാട് വാട്ടർ ഉണ്ട്, പക്ഷേ അതൊന്നും നമ്മുടെ ആൾക്കാരൊക്കെ സഫീഷ്യൻ്റ് ആവുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നോക്കാം. ദിസ് സ്കേസിറ്റി മേ ബി ഡ്യൂ ടു ദ ബാഡ് ക്വാളിറ്റി ഓഫ് വാട്ടർ. ഇത് എന്താണ്, വാട്ടറിൻ്റെ ബാഡ് ക്വാളിറ്റി കാരണമാണ്. കാരണം ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമല്ല അത്. ലേറ്റ്ലി
Lately there has been a growing concern that even if there is ample water to meet the needs of the people, much of it may be polluted by domestic or industrial waste, chemicals, pesticides, fertilizers used in agriculture, thus making hazardous for human use. ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ആ ഏരിയയിൽ വാട്ടർ അബണ്ടൻസ് കാണും, അല്ലെങ്കിൽ ആൾക്കാർക്ക് ആവശ്യമായ വെള്ളം കാണും, പക്ഷേ അത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഹാർംഫുൾ ആയിരിക്കും. ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ ഡൊമസ്റ്റിക് വേസ്റ്റ് കാരണമായിരിക്കാം, ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ, പെസ്റ്റിസൈഡ്സ്, അതൊക്കെ അഗ്രികൾച്ചറിന് യൂസ് ചെയ്യുന്ന ആ ഒരു വേസ്റ്റുകൾ കാരണമായിരിക്കാം. ഇതൊക്കെ കാരണം അത് ഹസാഡസ് ആയിട്ട് മാറും. ആൾക്കാർക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് കുടിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ഹസാഡസ് ആയിട്ട് മാറും. Government of India has accorded highest priority to improve the quality of life and enhance ease of living of people, especially those living in rural areas, by announcing the Jal Jeevan Mission. The goal of Jal Jeevan Mission is to enable every rural household get assumed supply of potable piped water at the service level of 55 liters per capita per day regularly on long-term basis by ensuring functionality of the tap water connections. ഇപ്പോൾ എന്താ അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പ്ലാൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ജൽ ജീവൻ മിഷൻ. അത് പ്രകാരം ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ഒരു 55 liters per capita per day വെച്ച് കൊടുക്കുന്നൊരു പദ്ധതിയാണിത്. അതായത് എല്ലാ വീടുകളിലും വാട്ടർ എത്തിക്കുക, ടാപ്പ് വാട്ടർ കണക്ഷൻ എത്തിക്കുക. അതാണ് പദ്ധതിയുടെ ഉദ്ദേശം. You may have already realized that the need of the hour is to conserve and manage our water resources, to safeguard ourselves from health hazards, to ensure food security, continuation of our livelihoods and productive activities, and also to prevent degradation of our natural ecosystem. Our exploitation and mismanagement of water resources will impoverish this resource and cause ecological crisis that may have profound impact on our lives. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ മണിക്കൂറിന് ആവശ്യം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവശ്യം എന്ന് പറയുന്നത് ആ ഒരു വാട്ടർ റിസോഴ്സിനെ കൺസേർവ് ചെയ്യുക, അവരെ സേഫ് ഗാർഡ് ചെയ്യുക, നമുക്കൊരു ഹെൽത്തി എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഈ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ആ വാട്ടർ റിസോഴ്സിൻ്റെ മിസ്മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഇല്ലാതാക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം. മൾട്ടി-പർപ്പസ് റിവർ പ്രൊജക്ട്സ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് വാട്ടർ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ബട്ട് ഹൗ ഡു വി കൺസേർവ് and manage water? Archaeological and historical records show that from ancient times we have been constructing sophisticated hydraulic structures like dams built of stone, rubble, reservoir or lakes, embankments and canals for irrigation. Not surprisingly, we have continued this tradition in modern India by building dams in most of our river basins. അപ്പോൾ ആൻഷ്യൻ ടൈംസ് മുതലേ ഈ വാട്ടർ റിസോഴ്സിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡാംസ്, കനാൽസ്, ഇറിഗേഷന് വേണ്ടി കനാൽസ്, റിസർവേഴ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യ ഡെവലപ്ഡായി വന്നപ്പോഴും ഒരുപാട് ഡാംസ്, മിക്ക റിവർ ബേസിൻസിലും ഡാംസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. What are dams and how do they help us in conserving and managing water? Dams were traditionally built to impound rivers and rainwater that could be used later to irrigate agricultural fields. Today, dams are built not just for irrigation but for electricity generation, water supply for domestic and industrial uses, flood control, recreation, inland navigation and fishing breeding. Hence, dams are now referred to as multi-purpose projects where the many uses of the impounded water are integrated with one another. For example, the Satluj river basin, the Fakra-Nangal project, water is used for both hydel power production and irrigation. Similarly, the Hirakud project in the Mahanadi basin integrates conservation of water with flood control. അപ്പോൾ ആദ്യമൊക്കെ ഈ വാട്ടർ റിസർവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഡാംസൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത് അഗ്രികൾച്ചറിന് വേണ്ടി ഇറിഗേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. പക്ഷേ ഇന്ന് ഇറിഗേഷൻ അപ്പുറം ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതായത് ഇലക്ട്രിസിറ്റി ജനറേഷന്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസിന്, ഫ്ലഡ് കൺട്രോളിന്, റിക്രിയേഷന്, ഇൻലാൻഡ് നാവിഗേഷന്, ഫിഷ് ബ്രീഡിങ്ങിന്, അങ്ങനെ ഒരുപാട് പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ ഡാംസൊക്കെ ഇപ്പോൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശം പറയുകയാണെങ്കിൽ 2 പദ്ധതികൾ ചേർന്ന് അല്ലെങ്കിൽ 3 പദ്ധതികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫക്രാനങ്കൽ, സത്ലജ് ബേസിലുള്ള റിവർ ബേസിലുള്ള ഫക്രാനങ്കലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൈഡൽ പവർ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഇറിഗേഷനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിരാക്കുഡിൻ്റെ പദ്ധതി പറയുകയാണെങ്കിൽ വാട്ടർ കൺസർവേഷനും അതുപോലെ തന്നെ ഫ്ലഡ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. Multi-purpose projects launched after independence with their integrated water resource management approach were thought of as the vehicle that would lead to the mission, to the development and progress.
Overcoming the handicap of its colonial past, Jawaharlal Nehru profoundly proclaimed the dams as the temples of modern India. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് ഒരു അത്യാവശ്യ ഘടകമാണ് തന്നെയാണ് ഈ ഒരു വാട്ടർ കൺസർവേഷനും അതുപോലെ തന്നെ മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് എന്നൊക്കെ പറയുന്നത്. ജവഹർലാൽ നെഹ്റു ഈ ഡാം കൺസ്ട്രക്ഷനെ റിക്ലെയിം അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹം വിളിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടെമ്പിൾസ് ഓഫ് ദ മോഡേൺ ഇന്ത്യ, മോഡേൺ ഇന്ത്യയുടെ ടെമ്പിൾസ് ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കിയത്. ദ റീസൺ ബീയിങ് ദാറ്റ് ഇറ്റ് ഇൻ്റഗ്രേറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ദ വില്ലേജ് എക്കണോമി വിത്ത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് അർബൻ എക്കണോമി. ഇതെങ്ങനെ അദ്ദേഹം ഇങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്, റൂറൽ ഏരിയയിലാണ് വില്ലേജ് എക്കണോമിയെ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ, അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റ് വഴി ഹെൽപ്പ് ചെയ്യാൻ ഈ ഡാംസിന് സാധിക്കും. അതുപോലെ തന്നെ അർബൻ എക്കണോമിയാണെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഗ്രോത്ത് വഴിയും സാധിക്കും. ഇതിന് രണ്ടിനും ഈ ഡാംസ് അത്യന്താപേക്ഷികമാണ്. In recent years, multi-purpose projects and large dams have come under great scrutiny and opposition for a variety of reasons. Regulating and damming of rivers affect their natural flow, causing poor sediments flow and excessive sedimentation at the bottom of the reservoir, resulting in rockier stream beds and poorer habitats for the river's aquatic life. Dams also fragment rivers, making it difficult for the aquafauna to migrate, especially for spawning. The reservoirs that are created from the floodplains also submerge the existing vegetation and soil, leading to its decomposition over a period of time. എന്താണ് ഈ അടുത്ത കാലത്ത് ഒരുപാട് ഡാംസിനെതിരെയുള്ള ആർഗ്യുമെൻറ്റ്സ് വരുന്നുണ്ട്. കാരണം അത് റിവറിൻ്റെ നാച്ചുറൽ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യുന്നത് വഴി ആ ഒരു സെഡിമെൻറ്റേഷൻ സാധ്യമല്ലാതാവുകയും റോക്കി സർഫസ് ഉണ്ടാവുകയും അവിടെ അക്വാറ്റിക് ലൈഫിന് ജീവിക്കാൻ അതുപോലെ തന്നെ അക്വാറ്റിക് ലൈഫിൻ്റെ മൈഗ്രേഷന്, പ്രധാനമായിട്ടും സ്പോണിങ്ങിന് വേണ്ടിയിട്ടുള്ള മൈഗ്രേഷന് ഈ നമ്മുടെ ഡാംസ് തടസ്സം നിൽക്കുകയും അതുപോലെ തന്നെ ഈ ഒരു ഫ്ലഡ് പ്ലെയിൻസിലെ ക്രിയേറ്റ് ചെയ്യുന്ന ഡാംസിന് വഴി സോയിൽ ഡിഗ്രഡേഷൻ സംഭവിക്കുകയും ഒക്കെ കാര്യങ്ങളുണ്ടാകാമെന്ന് പറയപ്പെടുന്നുണ്ട്. Multi-purpose projects and large dams have also been the cause of many new environmental movements like the Narmada Bachao Andolan and the Tehri Dam Andolan, etc. Resistance to these projects has primarily been due to the large-scale displacement of local communities. Local people often had to give up their land, livelihood, and their meager access and control over resources for the greater good of the nation. So, if the local people are not benefiting from such projects, then who is benefited? Perhaps the landowners and the land farmers, industrialists, and few urban centers take the case of the landless in a village. Does he really gain from such a project? Multi-purpose project വഴി ലാർജ് ഡാംസ് വഴി എതിരെയൊക്കെ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നർമ്മദ ബച്ചാവോ ആന്തോളൻ, തെഹ്രി ഡാം ആന്തോളൻ തുടങ്ങിയ പദ്ധതികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിന് ഈ ഒരു റെസിസ്റ്റൻസിനൊക്കെ പ്രധാന കാരണമെന്ന് പറയുന്നത് ലോക്കൽ കമ്മ്യൂണിറ്റീസിന് ഒരുപാട് വലിയ രീതിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് മാറിപ്പോകേണ്ട അവസ്ഥ കാരണമാണ് ഇങ്ങനെയുള്ള സമരങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം. അപ്പോൾ ഇതുവഴി ലോക്കൽ പീപ്പിളിന് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. ആകെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ഇൻഡസ്ട്രിയലൈസേഷനും ലാർജ് ഫാമേഴ്സിനും ലാൻഡ് ഓണേഴ്സിനും ഒക്കെയാണ്. Irrigation has also changed the cropping pattern of many regions, with farmers shifting to water-intensive and commercial crops. This has great ecological consequences like salinization of the soil, and at the same time it has transformed the social landscape, increasing the social gap between the richer landowners and the landless poor. As we can see, the dams did create conflicts between people wanting different uses and benefits from the same water resource. In Gujarat, the Sabarmati Basin farmers are agitated and almost caused a riot over the high priority given to water supply in urban areas, particularly during droughts. Interstate water disputes are also becoming common with regard to sharing the cost and benefits of the multi-purpose project. ഇപ്പോൾ ഈ വാട്ടറിൻ്റെ ഒരു ഡാംസിൻ്റെ പ്രൊഡക്ഷൻ വഴി കൺസ്ട്രക്ഷൻ വഴി നമ്മുടെ ഇറിഗേഷന് മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ടും വാട്ടർ കൂടുതൽ വേണ്ട പ്രൊഡക്ട്സ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്രോപ്സിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇതുവഴി ഒരു ലാൻഡ് ഓണറും അതുപോലെ തന്നെ ലാൻഡ്ലെസ് പുവറും തമ്മിലുള്ള ആ ഒരു സാമ്പത്തിക അന്തരം കൂടി വരികയാണ്. കാരണം ഈ ക്യാഷ് ക്രോപ്സ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്രോപ്സിലേക്ക് കിടക്കുമ്പോൾ അവർക്ക് ഒരുപാട് വരുമാനം ഉണ്ടാകുന്നു, വാട്ടർ ഒരുപാട് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇത് കാരണം ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഗുജറാത്തിലെ സബർമതി ബേസിനിൽ ഈ ഒരു ഡാമിൽ നിന്നും വാട്ടർ ഒരുപാട് അർബൻ ഏരിയാസിലേക്ക് പോകുന്നു. അവർക്ക് ആവശ്യമായ സമയത്ത് കിട്ടുന്നില്ല. ഡ്രൗട്ട് പീരീഡിലൊന്നും അവർക്ക് വാട്ടർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സമരങ്ങൾ ഉണ്ടാകുന്നവരുണ്ട്. പിന്നെ ഇൻ്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ഇപ്പോൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് ഈ ഒരു മൾട്ടി
പർപ്പസ് പ്രൊജക്ട്സിൻ്റെ ആ ഒരു കോൺഫ്ലിക്റ്റ്, ആ ഒരു വാട്ടറിൻ്റെ സ്കേഴ്സിറ്റി കാരണം ഉണ്ടാകുന്നുണ്ട്. Most of the objection to the projects arose due to their failure to achieve the purpose for which they were built. Ironically, the dams that are constructed to control floods have triggered floods due to sedimentation in the reservoir. അപ്പോൾ ഇത് കാരണം ഒരുപാട് പ്രോജക്ട്സ് ഫെയിലിയർ ആവുന്നുണ്ട്. അത് കാരണം അതിനെതിരെ ഒരുപാട് ഒബ്ജെക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫ്ലഡ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സെഡിമെൻറ്റേഷൻ ഉണ്ടായി, അത് കാരണം തന്നെ ഫ്ലഡ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മോറോവർ ദ ബിഗ് ടാങ്ക്സ് have mostly been unsuccessful in controlling flood at the same time of excessive rainfall. അതുപോലെ തന്നെ ഈ വലിയ ഡാംസ് ഒക്കെ ആണെങ്കിൽ അത് ഒരിക്കലും ഫ്ലഡ് കൺട്രോൾ ചെയ്യുന്നില്ല. കാരണം എക്സസീവ് റെയിൻഫോൾ ഉണ്ടാകുമ്പോൾ ആ ഡാം നിറഞ്ഞ് അത് തുറന്നു വിട്ട് അത് കാരണം ഫ്ലഡ് ഉണ്ടാകുന്നു. അങ്ങനെ അത് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റുന്നില്ല. യു മേ ഹാവ് സീൻ ഓർ റെഡ് how the release of water from dams during heavy rainfalls aggravated the flood situation in Maharashtra and Gujarat in 2006. അപ്പോൾ ഇത് കാരണമൊക്കെ ആ ഒരു ഫ്ലഡിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കൂടുന്നത് നമ്മൾ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും 2006 കണ്ടതാണ്. The flood have not only devastated life and property but also caused extensive soil erosion. Sedimentation also meant that floodplains were deprived of silt, a natural fertilizer, further adding on to the problem of land degradation. ഇത് കാരണം ഒരുപാട്, അതായത് ഫ്ലഡ് കാരണം ഒരുപാട് സോയിൽ എറോഷൻ ഉണ്ടാകുന്നു. സെഡിമെൻറ്റേഷൻ കാരണം ഈ ഒരു നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റൊക്കെ കാരണം ലാൻഡ് ഡിഗ്രഡേഷനും ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് വാസ് ഓൾസോ ഒബ്സർവ്ഡ് ദാറ്റ് ദ മൾട്ടിപർപ്പസ് പ്രൊജക്ട്സ് ഇൻഡ്യൂസ് എർത്ത്ക്വേക്സ് കോസ്ഡ് വാട്ടർബോൺ ഡിസീസസ് ആൻഡ് പെസ്റ്റ് ആൻഡ് പൊല്യൂഷൻ റിസൾട്ടിങ് ഫ്രം എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് വാട്ടർ. അതുപോലെ തന്നെ ഈ മൾട്ടിപർപ്പസ് പ്രൊജക്ട്സ് കാരണം എർത്ത്ക്വേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, വാട്ടർബോൺ ഡിസീസസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, പെസ്റ്റ് ആ ഒരു ജന്തുക്കൾ ഒരുപാട്, അല്ലെങ്കിൽ ഒരു ഇൻസെക്ടിസൈഡ്സ് അതുവഴി അവർ വീണ്ടും ആ ഒരു പെസ്റ്റ് കാരണം ആ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും അവർ യൂസ് ചെയ്യുന്ന വഴി ലാൻഡിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പെസ്റ്റുകളുടെ എണ്ണം തന്നെ കൂടുന്നുണ്ട്, അതും ഒരു ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ പൊല്യൂഷൻ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു ഇതൊക്കെ കാരണം പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പെസ്റ്റുകളുടെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യപ്പെടുമ്പോൾ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യും, അത് കെമിക്കലാണ്, അതും ലാൻഡിന് ദോഷമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ എക്സസീവ് യൂസ് ഓഫ് വാട്ടർ വഴി. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. Many thought that given the disadvantages and rising resistance against the multi-purpose projects, water harvesting system was a viable alternative, both socio-economically and environmentally. In ancient India, along with the sophisticated hydraulic structures, there existed an extraordinary tradition of water harvesting system. People had in-depth knowledge of rainfall regimes and soil types and developed wide-ranging techniques to harvest rainwater, groundwater, river water and flood water in keeping with the local ecological condition and their water needs. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ കണ്ടുവന്ന ഒരു സംഭവമായിരുന്നു ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് ആ ഒരു റെയിൻഫോൾ റെഷീംസ് എവിടെയാണ്, പ്ലേസസിലാണ് കൂടുതൽ റെയിൻഫോൾ കൺസേർവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സോയിൽ ടൈപ്സ് എങ്ങനെയാണെന്ന് എന്നൊക്കെ അറിയാമായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു റെയിൻ വാട്ടർ കൺസേർവ് ചെയ്യാനും ഗ്രൗണ്ട് വാട്ടർ കൺസേർവ് ചെയ്യാനും റിവർ വാട്ടർ കൺസേർവ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്ലഡ് വാട്ടർ കൺസേർവ് ചെയ്യാനും ഒക്കെ ഉള്ള അവർ മെത്തേഡ്സ് അവർ രൂപപ്പെടുത്തിയിരുന്നു. ഇൻ ഹിൽ ആൻഡ് മൗണ്ടനിയസ് റീജിയൻസ് പീപ്പിൾ ബിൽറ്റ് ഡൈവേർഷൻ ചാനൽസ് ലൈക്ക് ദ ഗേൾസ് ആർ കൾസ് ഓഫ് ദ വെസ്റ്റേൺ ഹിമാലയസ് ഫോർ അഗ്രികൾച്ചർ. ഈ ഒരു മൗണ്ടനീസ് റീജിയനിൽ അവരെന്ത് ചെയ്യും, ഈ ഒരു ഡൈവേർഷൻ ചാനൽസൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യും, ഫോം ചെയ്യിക്കും, അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യും. അതുവഴി ആ ഒരു വാട്ടറിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ വെസ്റ്റേൺ ഹിമാലയസിലൊക്കെ അഗ്രികൾച്ചറിന് യൂസ് ചെയ്യുന്നത് പോലെ ഉള്ള സംഭവങ്ങൾ. റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വാസ് കോമൺലി പ്രാക്ടീസ് ടു സ്റ്റോർ ഡ്രിങ്കിങ് വാട്ടർ, പർട്ടിക്കുലർലി ഇൻ രാജസ്ഥാനിലൊക്കെ ആ ഒരു റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആ ഒരു ഡ്രിങ്കിങ് വാട്ടറിന് കൺസർവേഷന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യാമായിരുന്നു. ഇൻ ഫ്ലഡ് പ്ലെയിൻസ് ഓഫ് ബംഗാൾ പീപ്പിൾ ഡെവലപ്ഡ് ഇനൻഡേഷൻ ചാനൽസ് ടു ഇറിഗേറ്റ് ദെയർ ഫീൽഡ്. അപ്പോൾ ബംഗാളിലാണെങ്കിൽ ഇനൻഡേഷൻ ചാനൽസ് ആ ഒരു ഫീൽഡ് ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള മെത്തേഡ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ arid and semi-arid regions, agriculture fields were converted into rainfed storage structure that allowed the water to stand and moisten the soils like khadins in Jaisalmer and Jodhas in other parts of Rajasthan. ഇനി സെമി-ആരിഡ് റീജിയൻസിലാണെന്നെങ്കിൽ ഈ ഒരു വാട്ടർ മാനേജ്മെൻറ്റ് വേണ്ടിയിട്ട് ജയ്സാൽമേറിൽ ഖദീൻസ് എന്ന് പറയുന്ന ഒരു സംഭവം, അതുപോലെ തന്നെ രാജസ്ഥാനിലെ ജൊഹാസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്സും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. In semi-arid and arid regions of Rajasthan, particularly in Bikaner, Phalodi and Barmer,
almost all the houses traditionally had underground tanks or tangas for storing drinking water. അപ്പോൾ രാജസ്ഥാനിലെ ചില പ്രദേശങ്ങളിൽ ഈ ഡ്രിങ്കിങ് വാട്ടറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർഗ്രൗണ്ട് ടാങ്ക്സ് ഒക്കെ അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. The tanks could be as large as the big rooms. One household in Phalodi had the tank that has 6.1 meters deep, 4.27 meters long and 2.24 meters wide. The tangas were part of the well-developed rooftop rainwater harvesting system which were built inside the main house or the courtyard. They were connected to the sloping roof of the house through a pipe. Rain falling from the rooftop would travel down the pipe and was stored in these underground tankas. The first spell of the rain was usually not collected as it would clean the roof and the pipes. The rainwater from the subsequent showers was then collected. അപ്പോൾ എന്താണ് സംഭവം? ഈ അവർ ഫലോദിയിലെ ഒരു ഹൗസിന് തന്നെ ഒരു 6.1 മീറ്റർ ഡീപ്പ്, 4.27 മീറ്റർ ലോങ്, 2.44 മീറ്റർ വൈഡായ ഒരു വലിയൊരു അണ്ടർഗ്രൗണ്ട് ടാങ്ക് ഉണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അത് സംഭവം എന്ന് വെച്ചാൽ എന്താണ്, അത്രയ്ക്കും ഡീപ്പായിട്ടോ അല്ലെങ്കിൽ അത്രയ്ക്കും വലിയ രീതിയിൽ അവർ ആ ടാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് ഈ ഫസ്റ്റ് റെയിനിലെ വാട്ടർ അവർ കളക്ട് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത് ആ റൂഫും ആ ഒരു പൈപ്പൊക്കെ ക്ലീൻ ആവും, ആ ഒരു വേസ്റ്റ് ആ ഡസ്റ്റ് കാണുമല്ലോ, അതൊക്കെ ക്ലീനായി വരുന്ന വാട്ടറാണ്, അത് അവർ യൂസ് ചെയ്യത്തില്ല. അതിന് ശേഷം വരുന്ന വാട്ടേഴ്സ് ആയിരിക്കും അവർ യൂസ് ചെയ്യാൻ വേണ്ടി കളക്ട് ചെയ്യുക. The rainwater can be stored in the tangas till the next rainfall, making it an extremely reliable source for drinking water. ഈ റെയിൻ വാട്ടർ ടങ്കാസിൽ അടുത്ത റെയിൻഫോൾ വരെ സൂക്ഷിച്ച് വയ്ക്കും. അത് ഒരു എക്സ്ട്രീംലി റിലയബിൾ സോഴ്സായിട്ട് മാറി അവർക്ക് ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടിയിട്ട്. When all other sources are dried up, particularly in the summer, rainwater or palar pani, as commonly referred to in these parts, is considered the purest form of natural water. അപ്പോൾ എല്ലാ സോഴ്സും ഡ്രൈഡ് അപ്പ് ആവുന്ന ആ സമ്മർ ടൈമിൽ ഇവർ ഈ വാട്ടർ യൂസ് ചെയ്യും. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് നാച്ചുറൽ വാട്ടറാണ്. Many houses constructed underground rooms adjoining the tanga to beat the hot summer heat as it would keep the room cold. ഇപ്പോൾ എന്താണ്, മിക്ക ഹൗസിലും ഈ ടങ്കാസിനോട് ചേർന്ന് വേറെ റൂംസൊക്കെ പണിയും. കാരണം ഇത് സമ്മർ ടൈമിൽ ഈ ഒരു ചൂട് കുറയ്ക്കുന്ന രീതിയിൽ അവിടെ ഒരു കൂൾ റൂം ആയിരിക്കുമല്ലോ, അടുത്ത വാട്ടർ ആ ഒരു നിറഞ്ഞിരിക്കുന്നതുകൊണ്ട്. Today in Western Rajasthan, sadly, the practice of rooftop rainwater harvesting is on decline as plenty of water is available due to the perennial Indira Gandhi Canal. Some houses still maintain the tangas since they do not like the taste of tap water. Fortunately, in many parts of rural and urban India, rooftop water harvesting is being successfully adopted to store and conserve water. എന്താണ് ഇന്ന് പക്ഷേ ആ ഒരു രാജസ്ഥാൻ്റെ ആ ഒരു പ്രദേശങ്ങളിൽ റൂഫ്ടോപ്പ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ഡിക്ലൈൻ ചെയ്യുന്നതായിട്ട് കാണാം. അവിടെ കാരണം പെരണിയൽ ഇന്ദിരാഗാന്ധി കനാൽ വഴി അവർക്ക് എല്ലാ ഹൗസിലും വാട്ടർ എത്തുന്നുണ്ട്. പക്ഷേ ചില വീടുകളിൽ ഈ ടാപ്പ് വാട്ടർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ റൂഫ്ടോപ്പ് ഹാർവസ്റ്റിംഗ് നടന്നു വരുന്നുണ്ട്. In Gandathur, a remote backward village in Mysore, Karnataka, villagers have installed in their households rooftop rainwater harvesting system to meet their water needs. നമ്മുടെ മൈസൂരിലുള്ള ഗന്ധാത്തൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഒരു റിമോട്ട് വില്ലേജിൽ അവർ എല്ലാ വീടുകളിലും എന്താണ് ഒരു റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് സിസ്റ്റം തന്നെ വെച്ചിട്ടുണ്ട്. Nearly 200 households have installed this system and the village has earned the rare distinction of being rich in rainwater. ഏകദേശം 200 വീടുകൾ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റിച്ച് ഇൻ റെയിൻ വാട്ടർ ആ ഒരു ഡിസ്റ്റിങ്ഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരുപാട് റെയിൻ വാട്ടറിൻ്റെ അബണ്ടൻസ് അവിടെ ഉണ്ട്. Gandathur receives an annual precipitation of 1000 mm and with 80% of collection efficiency and of about 10 fillings, every house can collect and use about 50,000 liters water annually. ഏകദേശം 1000 mm റെയിൻഫോൾ ആണ്, ആനുവൽ പ്രസിപ്പിറ്റേഷൻ ആണ് അവിടെ കിട്ടുന്നത്. അതിൻ്റെ 80% എഫിഷ്യൻസിയോടുകൂടി കളക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏകദേശം 10 ഫില്ലിങ്സിലായിട്ട് ഒരു വീട്ടിൽ തന്നെ 50,000 ലിറ്റർ വാട്ടർ അവർ കൺസേർവ് ചെയ്യാൻ പറ്റും ആനുവലി. From 2,000 houses, the net amount of rainwater harvested annually amount to 1 lakh liters.